നബിയോ? അവര് പറഞ്ഞു ഞങ്ങളുടെ നബി സത്യപ്രവാചകനാണ്, കള്ളം പറയുന്ന നബിയല്ല. അവസാനം ഈ സഹോദരിയെ അവർ റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുചെന്ന് വിവരം പറഞ്ഞു. ഇങ്ങനെ ഞങ്ങളൊരു സംഭവം കണ്ടു. ഈ സഹോദരി വെള്ളത്തിന് പോകുന്നത് 24 മണിക്കൂർ സഞ്ചരിച്ചിട്ട് വേണം വെള്ളം കിട്ടാൻ. അതുകൊണ്ട് നബിയെ ഇവിടെ എവിടെയും വെള്ളമില്ലെന്നാണ്. ആ നേരത്ത് മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ആ കരമെടുത്തിട്ട് ഒരൽപ്പം വെള്ളത്തിൽ അങ്ങ് മുക്കിയിട്ട് ആ കയ്യങ്ങനെ വെച്ചപ്പോ ശുദ്ധമായ ജലം ഒരു പ്രവാഹം കണക്കി ഒഴുകിപ്പോയി എന്നാണ്. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസ്വാബിഇൽ നബിയിൽ മുത്തബഅ. ശുദ്ധമായ ജലമൊഴുകി ഞങ്ങളിൽപ്പെട്ട എല്ലാവരും, ദാഹിക്കുന്നവർ മുഴുവൻ അത് കുടിച്ചു. ഞങ്ങളിൽപ്പെട്ട പലരും അത് പാത്രത്തിലാക്കി. ഈ പെണ്ണിന്റെ 2 കുടത്തിലും ഞങ്ങൾ വെള്ളം നിറച്ചു കൊടുത്തപ്പോ ഈ പെണ്ണ് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതൊരു മുഅ്ജിസത്താണ്, യാതൊരു സംശയവുമില്ല. കുറച്ച് ഭക്ഷണം കൂടുതൽ ആളെ കഴിപ്പിച്ചൊരു സംഭവം അനസ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ആ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപിടി സംഭവങ്ങൾ കാണാം. എന്നാൽ ചിന്തിക്കേണ്ട ഒരു വസ്തുത, ഇത് സാർവത്രികമായിട്ട് എപ്പോഴും റസൂലുള്ള ഇങ്ങനെ കാണിക്കുമായിരുന്നു എന്നാണ്. മദീനയുടെ ഒരു രാത്രി തന്നെയാണ് റസൂലുള്ള പുറത്തിറങ്ങിയത്. എത്രയോ ഹദീസുകൾ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, 3 മാസപ്പിറവിട്ടിട്ടും ഞങ്ങളുടെ അടുപ്പിൽ തീ കൂട്ടാത്ത ദിവസങ്ങൾ കടന്നുപോയി. 2 കറുത്ത സാധനങ്ങളാണ് ഞങ്ങൾ ഭക്ഷിച്ചത്. ഒന്ന് പച്ചവെള്ളമാണ്, മറ്റൊന്ന് കരക്കയാണ്. വേവിച്ച മാംസം കൂട്ടാതെ 3 മാസപ്പിറവികൾ കടന്നുപോയി എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നത്. ഒന്ന് നോക്കണം നിങ്ങൾ, മദീനയുടെ ഒരു രാത്രി റസൂലുള്ള പുറത്തിറങ്ങിയതാണ്. നല്ല വിശപ്പുള്ളത് കൊണ്ട് പുറത്തിറങ്ങിയതാണ്. നടക്കുന്നതിനിടയിൽ അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. അവർ 2 പേരും നടക്കുമ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. ആ ഉമറിനെയും കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവർ ചോദിച്ചു, എന്ത് പറ്റി രാത്രി പുറത്തിറങ്ങാൻ? ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിശപ്പ് കാരണമാണ് ഇന്നത്തെ രാത്രി ഞാൻ പുറത്തിറങ്ങിയത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഖത്താബിന്റെ മകനെ, നീ എന്തിനാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്? അതേ കാര്യത്തിനാണ് ഞാനും പുറത്തിറങ്ങിയത്. അബൂ ഖുഹഫയുടെ മകനെ, വീട്ടിൽ നിന്ന് എന്തൊരു കാര്യമാണോ നിങ്ങളെ പുറത്താക്കിയത്, അതിന് തന്നെയാണ് ഞാനും പുറത്തിറങ്ങിയത്. ആ രാത്രി അവർ സഞ്ചരിച്ചിട്ട് ഒരു അൻസാരിയായ സഹാബിയുടെ വീടണയുകയും ആ സഹാബി നല്ല മാംസം പാചകം ചെയ്തിട്ട് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുകയും അവർ ഭക്ഷിക്കുകയും ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിന്ന് കണ്ണുനീരൊഴുകിയപ്പോ കൂടെയുള്ള സിദ്ദീഖും ഫാറൂഖും ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇതിന് ഇത്ര കണ്ണുനീരെന്തു പറ്റിയപ്പോൾ വന്നു മറുപടി, ഇത് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. വിശപ്പാണ് വീട്ടിൽ നിന്ന് നമ്മളെ പുറത്തിറക്കിയത്. ഇത് റബ്ബ് തന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ പറ്റി നാളെ അല്ലാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഈ സംഭവത്തിൽ നിന്ന് എന്താ പഠിക്കേണ്ടത്? നമ്മൾ പഠിക്കേണ്ടത് എന്താ? റസൂലുള്ള സ്ഥിരമായിട്ട് ഇങ്ങനെ അത്ഭുതകരമായിട്ട് ഭക്ഷണം ഇങ്ങനെ പ്രൊഡക്റ്റ് ചെയ്യുകയായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ഏർപ്പാടൊന്നും വേണ്ട. റസൂലുള്ള രാത്രി ഇങ്ങനെ ഭക്ഷണം അന്വേഷിച്ച് നടക്കുക, അല്ലെങ്കിൽ ഭാര്യയോട് എന്നിട്ട് ഇവിടെ കൂട്ടാനെന്താ, ഇന്ന് സ്വർഗ്ഗ മാത്രം കൂട്ടാൻ റസൂലുള്ള അങ്ങോട്ട് കരുതിയാ പോരെ, പല ഭക്ഷണം ഉണ്ടാവില്ലേ? പക്ഷെ എന്തുകൊണ്ടങ്ങനെ? നോക്ക് പ്രിയപ്പെട്ടവരെ, മൂസാ നബി ഭയപ്പെട്ടതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ വടിയങ്ങ് നിലത്തിട്ടപ്പോ വടി പാമ്പായപ്പോ മൂസാ നബിയുടെ ഉള്ളിൽ ഭയം തോന്നി എന്നാണ്. അല്ലാഹു പറയാണ്, പേടിക്കല്ല മൂസാ, അതൊന്ന് പിടികൂട് എന്ന് പറഞ്ഞപ്പോ ആ പാമ്പിനെ പിടിച്ചപ്പോ പാമ്പ് വീണ്ടും വടിയായി മാറിയെന്നാണ്. അപ്പോൾ മൂസാ നബി അറിഞ്ഞുകൂടാ, ഈ വടി പാമ്പാവുകയും പാമ്പിനെ ഞാൻ പിടിക്കുമ്പോ വീണ്ടും അത് വടിയാകുമെന്നുള്ള ധാരണ മൂസാ നബിക്കില്ല എന്നാണ്. മൂസാ നബിയുടെ മഹത്വം കുറച്ചൊന്നും അതിനർത്ഥമല്ല, ഖുർആനാണ് നമുക്കിത് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിങ്ങൾ നോക്ക്, കറാമത്ത് അങ്ങനെ ഒരുപാട്
അബ്ബാദ് ഉബൈദ് എന്ന് പറഞ്ഞ 2 സഹാബിമാർ രാത്രിയിൽ സഞ്ചരിക്കാൻ വീടണയാൻ വല്ലാത്ത ഇരുട്ട്. അവർ അള്ളാഹിനോട് ദുആ ചെയ്ത് പഠിച്ചവനെ ഇരുട്ടത്ത് എങ്ങനെ പോകാൻ. അപ്പോഴാണ് ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെട്ട് ആ വെളിച്ചം നോക്കി 2 പേരും അങ്ങനെ യാത്ര പോയി. വീട്ടിലേക്ക് എത്താൻ മുമ്പ് 2 പേർക്കും 2 വഴിക്ക് തിരിഞ്ഞു പോകണം. അപ്പൊ വെളിച്ചം 2 കഷ്ണായി രണ്ടാളും വീട്ടിലെത്തി. അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. പിന്നെ ഇഷ്ടം പോലെ ഇത്തവ യാത്ര ചെയ്തിട്ടുണ്ട്, അങ്ങനെ പോയിട്ടുണ്ട്. നമ്മളിവിടെ അങ്ങനെ ഒരാൾക്ക് ഉണ്ടായാൽ എന്താ പിന്നെ ഉണ്ടാകാൻ നമുക്കറിയാം. അയാൾക്ക് പിന്നെ ഇവിടെ എമർജൻസിയുടെ കച്ചവടമാണ്. നമ്മൾ അതിനെയാണ് എതിർത്തത്. ഈ ചൂഷണം ഉണ്ടല്ലോ, ഹറാമത്തുകളുടെ പേരിൽ ചൂഷണങ്ങൾ, അത് പറ്റില്ല. അതാണ് അന്ധവിശ്വാസത്തിന്റെ ഏറ്റവും അപകടകരമായ അവസ്ഥ. സമർത്ഥമായി ചൂഷണം. നിങ്ങൾ ആലോചിച്ചുകൊണ്ടിട്ടുണ്ട്. തസൗഫ് സൂഫിസവും പറഞ്ഞിട്ടല്ലേ കടന്നു വന്നത് ആളെ. ഇബ്രാഹിം നബിയുടെ രസകരമായ കഥ പറഞ്ഞു വന്നവർ ദുനിയാവിനെ തലാഖ് ചൊല്ലിയവർ. അങ്ങനെ ദുനിയാവൊന്നും വേണ്ടാന്ന് പറഞ്ഞ് കടന്നു വന്ന മനുഷ്യന്മാർ. തസൗഫിന്റെ കഥ പോലും അതാണ്. ദുനിയാവിനെ പാടെ ഉപേക്ഷിക്കലാണ്, പിന്നെ ഇബാദത്ത് ചെയ്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒത്തുകൂടുക എന്നുള്ളതാണ്. ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വേറെ പ്രശ്നം. കാരണം മതം പഠിപ്പിക്കാമെന്ന പ്രവാചകന്മാർ മുഴുവൻ ജനതക്കടയിൽ പ്രവർത്തിക്കുകയും അവരുടെ ഇഹപര നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണം. പക്ഷെ ഇതൊരു ചിന്താധാരയാണ്. അതിന്റെ ഗുണഗണങ്ങളൊന്നും ചിലപ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് യാതൊരു നേട്ടം ഒരിക്കലുമായിട്ട് ദുനിയാവ് വേണ്ട. ഇബ്രാഹിം നബി രാജാവായിരുന്നു. ആ രാജാവിന് ചെങ്കോലും വീടൊക്കെ വലിച്ചെറിഞ്ഞു. ഒരു പെണ്ണ് അദ്ദേഹം നായാട്ടിന് പോയി വന്നപ്പോ അദ്ദേഹത്തിന്റെ കടപ്പുറയിൽ ഒരു പെണ്ണിങ്ങനെ കിടക്കുകയാണ്. നല്ല മനോഹരമായ കട്ടിലിൽ മെത്തയിൽ, സോഫ പോലത്തെ പൂമെത്തയിൽ പെണ്ണ് കടന്നുറങ്ങിയപ്പോ അദ്ദേഹം ഒറ്റ പടയാണ് കൊടുത്ത് വടിയെടുത്തിട്ട്. ആ വടിയെടുത്താണ് പഠിച്ചതോടുകൂടി പെണ്ണ് ഞെട്ടി ഉണന്ന് പെണ്ണങ്ങോട്ട് കരഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പെണ്ണങ്ങോട്ട് ചിരിച്ചപ്പോ പേർക്ക് പോയി കരഞ്ഞ. പിന്നെ ഏതായാലും വേദന കൊണ്ട് കരഞ്ഞാണ് ചിരിച്ചത്. പെണ്ണ് ചെന്തിനെ ചിരിച്ചെന്നാണ്. അപ്പോ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ എന്നെ അടിച്ച വേദന കൊണ്ട് ഞാൻ കരഞ്ഞു, പക്ഷേ ഞാൻ ചിരിക്കാൻ കാരണം ഇതിന്റെ താൽക്കാലിക ഉടമസ്ഥനായ നിങ്ങൾ ഇതിന് ഞാൻ വെറുതെ വന്നിരുന്നപ്പോ അടിച്ചു വാരാൻ വേണ്ടി കയറിയതാണ്. വന്നിരുന്ന് നോക്കി വെറുതെ. അപ്പൊ സുഖം കണ്ടപ്പോ വെറുതെ ഒന്ന് കടന്നു അറിയാതെ ഉറങ്ങിപ്പോയതാണ്. ഞാൻ മനഃപൂർവ്വം കിടന്നുറങ്ങിയതല്ല. പക്ഷേ ഇത്തിരി നേരം ഞാനിതിൽ കടന്നപ്പോ ഇത്രമേൽ ശക്തിയോടുകൂടി നിങ്ങൾ എന്നെ പ്രഹരിച്ചുവെങ്കിൽ സദാസമയത്തും ഇതിൽ കടന്ന് സുഖനിദ്ര കൊള്ളുന്ന നിങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ അല്ലാഹു നാളെ നിങ്ങളെ അടിക്കേണ്ടത് ഇങ്ങനെ ഓർത്തപ്പോ എനിക്ക് ചിരി പൊട്ടിപ്പോയി. ആ പെണ്ണ് പറഞ്ഞു. അതോടുകൂടി ഇബ്രാഹിം നബി പറയുന്നത് തറക്കത്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ ഉയാല ലികൈ അറാക ഇലാഹി അഅ്ബുദുകൽ അശിയതക മുഖിറൻ ബിൽദുനൂബി വഖദ് ദഅക. തറക്കത്തുൽ ഖൽഖ സകല സൃഷ്ടികളെ ഞാൻ ഉപേക്ഷിച്ചു. തുറം ഫീരിദാക അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി വഅയ്തംതുൽ ഉയാല ഞാൻ എന്റെ മക്കളെ അനാഥരാക്കിയിട്ടുണ്ട് റബ്ബേ. ഇനി ഞാൻ എന്റെ മക്കളുടെ അടുത്തേക്കില്ല. വഅയ്തംതുൽ ഉയാല ലികൈ അറാക റബ്ബേ നിന്നെ കാണാൻ. ഇലാഹി അഅ്ബുദുകൽ അശിയതക ഈ പാപിയായ ഇബ്രാഹിം റബ്ബേ നിന്റെ അടുത്തേക്ക് ഇതാ വരുന്നു. മുഖിറൻ ബിൽദുനൂബി വഖദ് ദഅക പാപങ്ങൾ മുഴുവൻ ഏറ്റു പറഞ്ഞിട്ട് റബ്ബേ നിന്റെ അടുത്തേക്ക് ഇതാ വരുന്നു. ഇതാണ് സൂഫിസത്തിന്റെ തുടക്കത്തിന്റെ കഥ. നിങ്ങൾ ആലോചിച്ചു, ഇന്ന് നിലവിലുള്ള നാട്ടിലുള്ള സൂഫിയാക്കളെ സ്ഥിതി ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി. സൂഫിയുടെ കാറ് കണ്ടിട്ടുണ്ടെങ്കിൽ വിരീതന്മാർ അന്തപ്പെടണം. എന്താ ഉസ്താദിന്റെ കാറ് കണ്ടത്? അതാ വ്യത്യാസം. ദുനിയാവുമായിട്ട് ഒരു ബന്ധമല്ല. എന്നാലോ കോടികൾ, രമ്യഹർമ്മങ്ങൾ, പണ്ഡിതന്മാരും വ്യവസായികളും കൈകോർക്കുന്ന ബിസിനസ് സംരംഭങ്ങൾ. ഇതാ പരസ്യമൊക്കെ ഒരു ഫുൾ പേജിൽ അങ്ങനെ പരസ്യം കൊടുക്കുക. ആരാ പരസ്യം കൊടുക്കുന്നത്? ഈ ദുനിയാവുമായിട്ട് ഒരു ബന്ധമല്ല. സകലമോന ഔലിയാക്കളെ പിന്തുണി ഞങ്ങൾക്ക്, സകലമോന സൂഫിയാക്കളെ പിന്തുണി ഞങ്ങൾ. ഈ ജാതി സൂഫിസം വരുമ്പോ അതിനെ എതിർക്കേണ്ടി വരും. അത്രയുണ്ട് അതിന്റെ മഹത്തുക്കളെ മഹത്വം പറയണമെന്ന് പറഞ്ഞിട്ട് മഹാന്മാരായ സൂഫിയാക്കളെ പറ്റി മാലിയിൽ എന്തൊക്കെ വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി. റിഫായ് ഷേഖിന്റെ മാലിയിൽ ശരിയായ ഒരു സ്ഥലം കച്ചവടക്കാരനായിട്ട് റിഫായ് ഷേഖിനെ ചിത്രീകരിച്ച് വന്നിട്ട്. അപ്പൊ അത് വേണ്ടാന്ന് നമ്മൾ പറയണം.
അല്ല റിഫായ് ഷെയ്ഖിനോട് എതിർപ്പില്ല. ആളുകൾ വിചാരിക്കണം ഒരു റിഫായ് ഷെയ്ഖിനോട് എതിർപ്പാണ്, മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് എതിർപ്പാണ്. ഇതപ്പൊ ജീലാനി ദിനപ്പോ അടുത്ത ആഴ്ചയൊക്കെ കൊണ്ടാടേണ്ടതാണ്, ഇവർ അതൊന്നും കൊണ്ടാടുന്നില്ല എന്ന് സാധുക്കൾ തെറ്റിദ്ധരിക്കുകയാണ്. കൂട്ടരെ പ്രിയപ്പെട്ടവരെ ഓർക്കുക. റിഫായ് ഷെയ്ഖിനെ പറ്റി റിഫായിമാരിൽ എന്തൊക്കെ മധുകാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് നമുക്കറിയാലോ. അടിമാ ദുനിയാവിൽ ഇറങ്ങുവാനായിട്ട് അള്ളാന്റെ ഏകൽ കേട്ടാരെ മുഷിന്തോവർ സുവർഗം എനിക്കും വയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാല് ഇറങ്ങാം ഞാനെന്നോവർ. എന്താ പറഞ്ഞത്? റിഫായ് ഷെയ്ഖിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പ്രയാസപ്പെടുകയാണ്. അതായത് ഇറങ്ങൂലെന്ന് വാശി പിടിക്കുകയാണ്. അപ്പൊ അള്ളാഹിനോട് ഒരു എഗ്രിമെന്റ്, ഒരു കരാറ്, എന്ത് എനിക്കുന്റെ മുരീദന്മാർക്ക് സ്വർഗം തന്നാലേ ഞാൻ ഇറങ്ങുള്ളൂ. അതെന്റെ ഒരു നല്ല സ്വഭാവമല്ല. ഈ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് ഇല്ലാതെ സ്വഭാവം ഷെയ്ഖ് കാട്ടിക്കൊട്ടി എന്ന് പറഞ്ഞാൽ അത് ഷെയ്ഖിനെ പുകഴ്ത്തലാണോ ഇകഴ്ത്തലാണോ എന്ന് അക്കല് കുറച്ച് ബുദ്ധിയുള്ളവൻ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തോ ആകട്ടെ ഷെയ്ഖിനും അള്ളാഹു അത് കൊടുത്തു. അവർക്ക് ഈ 4 സുവർഗം വാഗ്ദാനം കൊടുത്ത് അങ്ങനെ അവര് ഭൂമിയിലേക്ക് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിച്ച് വീണ് അങ്ങനെ ഇവിടെ ജീവിക്കാൻ തുടങ്ങി. അതൊരു കറാമത്തായി പറയാം. ഇങ്ങനെ വന്നിട്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ ഇവിടുത്തെ ഈ സൂര്യാക്കളമായിരുന്ന ഷെയ്ഖിനെ അവർ കാണുകയാണ്. ഷെയ്ഖ് ഇങ്ങനെ പോവുകയാണ്. പോകുമ്പോ ഇവർക്ക് ഒരു സ്ഥലം കണ്ടപ്പോ ഇവർക്ക് തിരക്കടില്ലാത്തുണ്ട്. അതന്നെ കഴിഞ്ഞില്ലേ, സകല ഇസ്സത്തും പോയില്ലേ. റിയൽ എസ്റ്റേറ്റ് മാഫിയ നല്ലത്. ഒരു സ്ഥലം കണ്ടപ്പോ റിഫായ് ഷെയ്ഖിന് തോന്നി ഇത് തിരക്കടില്ലല്ലോ, ഈ തോട്ടം ഇത് കിട്ടിയ തിരക്കടില്ല, ആരാപ്പതിന്റെ മുതലാളിയാണ്. അങ്ങനെ അന്വേഷിച്ചപ്പോ ഇസ്മായിൽ സാഹിബിന്റെ തോട്ടാണെന്ന് അടിയിട്ടു. ഇസ്മായിൽ സാഹിബിനെ ഇവരന്വേഷിച്ച് ഇസ്മായിൽ സാഹിബിനോട് നിങ്ങൾ ഈ തോട്ടം എനിക്ക് തരുന്ന മാല കേട്ടോ. ഇസ്മായിലെന്നോരിൽ ചോദിച്ചോരോ തോപ്പ് ആയ വിലക്കിത് നൽകാം ഞാനെന്നോവർ. നിങ്ങൾ ഈ തോട്ടം എനിക്ക് തരുമോ? നല്ല വില കിട്ടിയാ തരാം. ഉടനെ ഈ ഇസ്മായിലൊക്കെ പറയണെന്താ, ദുനിയാവിലുള്ള മോദലൊന്നും വേണ്ടാന്ന്. ദുനിയാവത്തെ എന്തുങ്ങൾ തന്നാലും എനിക്ക് വേണ്ട. ഒരു ചെക്കും വേണ്ട, ഒരു പൈസയും വേണ്ട, സ്വർണം വേണ്ട, ഒന്നും വേണ്ട. കാരണം ഇസ്മായിലാക്കാർക്ക് അറിയുന്നത് ചില്ലറക്കാരനല്ലേ നിൽക്കണമെന്ന്. അള്ളാഹ് സ്വർഗം കൊടുത്ത മനുഷ്യനാണ് ഇത്. ഉടനെ ദുഷിക്കമായി 4 സുവർഗം കൊടുത്തോവർ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഷെയ്ഖ് അഹ്മദ് കബീർ റിഫായി റഹ്മത്തുള്ളാഹി അലൈഹി വാങ്ങി എന്ന് പറയുന്ന സ്വർഗം ഇസ്മായിൽ സാഹിബിന്റെ തോട്ടം കണ്ടപ്പോ ആ സ്വർഗം അങ്ങ് വാരിക്കൊടുത്തിട്ട് ഈ തോട്ടം ഷെയ്ഖ് അഹ്മദ് കബീർ റിഫായി വാങ്ങിയെന്ന് മാലയില്ലേ സഹോദരന്മാരെ. ഇത് പറയുമ്പോൾ മാലയെ വിമർശിക്കുകയല്ല, മാലയിലാ പറഞ്ഞത് എത്രത്തോളം ഷെയ്ഖിനെ പുകഴ്ത്തുകയാണോ ഇകഴ്ത്തുകയാണോ എന്ന് ഈമാനുള്ളവരെ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്ക്. എന്തും ന്യായീകരിച്ചിട്ട് തൽക്കാലം അങ്ങ് വാദപ്രതിവാദത്തിന് ജയിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെയാണ് എന്തേലും പറഞ്ഞു ജയിക്കാൻ വേണ്ടിയിട്ട് എതിര് പറഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ്. ഉസ്താദ് കുട്ടരങ്ങനെ പറഞ്ഞു ട്രെയിനിങ് ചെയ്ത് കൊടുക്കുക. അവിടെ പോയ ഒരു പറയുന്നതിന് എതിര് പറയണം, അല്ലാതെ വേറെ ഒന്നും നോക്കണ്ടാന്ന്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അവിടെ തുടങ്ങി. മറ്റോ തുടങ്ങുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ അബദ്ധത്തിന് ചെറുക്കൻ മറുപടി തുടങ്ങി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ മറുപടി. ഇങ്ങനെ എതിര് പറയും. ഇതാണ് ഇന്നത്തെ ഒരു ട്രെൻഡ്. എതിര് പറഞ്ഞ് ജയിക്കുക എന്നുള്ളതാണ് ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് ചിന്തിക്കാൻ വേണ്ടി പറയണം. അപ്പൊ സ്വാഭാവികമായിട്ടും ആർക്കും ചിന്തിക്കാനും എന്നും വേണ്ട. ഞാൻ പാലക്കാട് മലപ്പുറം ജില്ലയാണ്, തൊട്ടടുത്ത് പാലക്കാട് ജില്ല. എല്ലാ നാളത്ത് കുറച്ചും കൂടിയാണ് പോയാൽ പാലക്കാട് മഞ്ഞക്കുളം അവലിയപ്പാപ്പാനെ പറ്റിയിട്ട് മനോഹരമായ മാലയുണ്ട്. എനിക്ക് കുറെ അതൊക്കെ മനപ്പാടുണ്ടായിരുന്ന ഒരു കാലത്ത്. അതിൽ നല്ല രസകരമായ കുറെ സംഗതികളുണ്ട്. എന്തിനാ നമ്മളതൊക്കെ ന്യായീകരിക്കണത്? അതിനൊക്കെ എന്തിനാ വ്യാഖ്യാനിക്കണത്? പരിഷത്തെ നേർച്ചക്ക് തണ്ണീർ മുടക്കിയ പഴയന്റെ വീടിനെ തീയാൽ കരിച്ചോവർ. ഒരു മഹത്വം പറയണ ഒരു മനുഷ്യന്റെ നീർച്ച പറഞ്ഞപ്പോ നിങ്ങൾക്ക് അറിയാലോ, മുട്ടും പാട്ടും പിന്നെ ആനയും അമ്പാരിയൊക്കെ വരുന്നതാണ് ഈ സാധനം. അപ്പൊ അതിന് ഇനി ഇവിടെ വെള്ളമില്ലാന്ന് പറഞ്ഞ് ഒരു ആള് പറഞ്ഞത്. പഹയന്നാണ് കവിത പറയുന്നത്. പഹയന്റെ വീടിനെ തീയാൽ നിറച്ചോവർ. അതോടുകൂടി തീയങ്ങട് നിറച്ചു കാണും. ഗുരുവേറെ മക്ബറരികില് തീവണ്ടിക്ക് കുറ്റിയടിച്ചോന്റെ കുതിരയെ കൊന്നോവർ. നിങ്ങളാരും
ആലോചിച്ച് നോക്കി. അന്ന് ബ്രിട്ടീഷുകാരുടെ കാലാണ്, അവരാണ് ഈ റെയിലൊക്കെ കൊടുത്തത്. അന്ന് കുതിരയാണ് വലിയ വാഹനം. അപ്പൊ ഈ റെയിലിനിങ്ങനെ അളന്ന് കുറ്റിയടിച്ചപ്പോ അത് മക്കബറിന്റെ അടുത്തായി പോയെന്ന് പറയും. അതൊരു വലിയ പ്രശ്നമായി. ഇപ്പൊ എന്ത് ചെയ്തു? കുറ്റിയടിച്ചോന്റെ കുതിരയെ കൊന്നോവർ. കുതിരക്ക് തക്ലീഫില്ല. കുറ്റി അടിച്ചോനെ കൊന്നൊന്നല്ല, യാതൊരു ബുദ്ധിയും വിവേകവും ഇല്ലാത്ത നാളെ പരലോകത്ത് കൂനോ തുറാബ, ഓ മൃഗങ്ങളെ ഞങ്ങളെ മണ്ണായി പോയിക്കോ എന്ന് പറയുന്ന പാവം കുതിരയെ ശൈഖവറുകൾ കൊന്നു എന്ന് പറഞ്ഞിട്ട് മാലട മധു പറയുമ്പോ പ്രിയപ്പെട്ടവർ അത് മധുഹല്ല, അത്രയും നമുക്ക് വാദമുള്ളൂ. അല്ലാതെ ഇതൊക്കെ എതിരാണ്. നമ്മൾ മധു പറയുന്നതിന്, റസൂലുള്ളാഹിന്റെ മധു പറയുന്നതിന് ഇവരെതിരാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അതാണ് മൗലിദിന് കുറെ വരികൾ ഇങ്ങനെ ഭാവനായുക്തമായിട്ട് ഭാവനാസംബന്ധമായിട്ട് വന്നിട്ടുണ്ട്. അതൊരാളെ ഭാവനയിൽ വന്നതാണെന്ന് മാത്രം. റിഫായി ഷേഖിനെ പറ്റി തന്നെയല്ലേ പറഞ്ഞു. റിഫായി ഷേഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് പോയിട്ട് അല്ലെ കരഞ്ഞിട്ട് അങ്ങോട്ട് ദുആ ചെയ്യും. ഫി ഹാലത്തിൽ ബുഅദി റൂഹികും തുർസിലുഹാ തുഖബ്ബിലുൽ അർള ഇന്നി വഹിയ നായിബതി ഫാദിഹി നൗബത്തുൽ അശ്വാഇ ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഹദാ ബിഹാ ശഫതി. എന്താ പറഞ്ഞത്? ഓ നബിയേ, ഞാനിതാ എന്റെ ശരീരം കൊണ്ട് നേരിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ എന്റെ ആത്മാവിനെയാണ് ഇങ്ങോട്ട് പറഞ്ഞേക്കാറുള്ളത്. ഇപ്പൊ ഞാനിതാ എന്റെ ശരീരം കൊണ്ട് തന്നെ വന്നിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് നിങ്ങളെ ശറഫാക്കപ്പെട്ട കൈയൊന്ന് കാണിച്ചു തന്നാലും എനിക്കൊന്ന് മുത്തിമണക്കാൻ നിങ്ങളെ കൈയൊന്ന് തന്നാലും. പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ ഖബറിന്ന് കൈ ഇങ്ങനെ വന്നു. റിഫായി ഷേഖിനെ മുത്തി മണത്തു. എന്നിട്ട് മൗലിദിൽ റിഫായി മൗലിദുള്ളാട്ടോ ഈ കറാമത്ത് ലോകത്ത് വേറെ ആർക്കും അല്ല കൊടുത്തിട്ടില്ല. അങ്ങനെ പറഞ്ഞത് മഹാഭാഗ്യം. അല്ലാതെ ഈ വരുന്നവര് മുഴുവൻ റസൂലുള്ളാഹി അങ്ങനെ കൈയിട്ട് കൊടുക്കുന്നതിൽ ഏർപ്പാടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ഒരു അവസ്ഥ എന്നാലോചിച്ചു. സംവിധാനങ്ങൾ മുഴുവൻ അട്ടിമറിക്കപ്പെടുക. ഇതൊരു മധുരായിട്ട് പറയുന്നത്. അങ്ങനെയാണ് മടിയങ്കോട് ഉമർ ഖാദിനെ പറ്റി കഥ പറഞ്ഞു. ഉമർ ഖാദി ഇതേപോലെ ചെന്നിട്ട് പാട്ട് പാടി. അക്റമൽ ഖുറമാ അലാ അഅതാബികും ഉമറുൽ ഫഖീരിൽ മുർതജിലി ജനാബികും യർജുൽ അതാഅ അലൽ ബുകാഇ ബിബാബികും വദ്ദമു ഫീ ഖദ്ദൈഹി സാല സദീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അങ്ങനെ കുറേ അങ്ങനെ ചൊല്ലിയപ്പോ, അതായത് ഈ സാധുവായ ഫഖീറായ ഉമർദ വന്നിരിക്കുന്നു, നബിയെ നിങ്ങളെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമർ ഖാദി പാട്ടണ പാടിയപ്പോ എന്ത് ചെയ്തു? ഗേറ്റിന്റെ പൂട്ട് അവിടെ പോലീസുകാരെ കണ്ടല്ലോ. ഇതേരങ്ങോട് വേണ്ടാന്ന് പറഞ്ഞ അവരൊക്കെ ഞെട്ടിപ്പിക്കുമാറ് ഇവിടുത്തെ ഗേറ്റിന്റെ പൂട്ടങ്ങ് പൊട്ടിപ്പോയി, ഗേറ്റങ്ങ് തുറന്നുപോയി. ഒരു പോലീസുകാർ ചോദിക്കത്ര, റിഫായുടെ ശിഷ്യന്മാർ കേരളത്തിലുണ്ടോ? ഞങ്ങൾക്ക് പണ്ട് റിഫായി പോയിട്ട് എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഇപ്പോ ഞാൻ പറഞ്ഞു വന്നത് അപ്പോ പറയോ ഉമർ ഖാദിനൊക്കെ കുറ്റം പറയുമ്പോ കുറ്റം പറയല്ല, അത് ഉമർ ഖാദിന്റെ ഒരു കാവ്യഭാവനയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. വേറൊന്നുമല്ല. അത് കവിത എല്ലാവരും പറയണല്ലേ. അതൊരു കവിതയുടെ ലോകവും കാവ്യതയുടെ ഒരു ഭാവനയും ഉണ്ട്. അത് മനസ്സിലാക്കുമ്പോ ഈ സംശയമൊക്കെ ആർക്കും ദൂരീകരിക്കപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, ഉമർ ഖാദി തന്റെ കവിതയിലൂടെ പറഞ്ഞിട്ടുള്ള തന്റെ ഭാവനകളൊക്കെ ഇവിടെ മലയാളി മുസ്ലിങ്ങള് ഇപ്പൊ ഉമർ ഖാദിനെ നഗർ നടത്തുന്നവരും ഗേറ്റ് വെക്കുന്നവരും ഉമർ ഖാദി ഞങ്ങളതാണെന്ന് വാദിക്കുന്നവരൊക്കെ അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞു. ഉമർ ഖാദി നിമിഷ കവിത, എന്ത് കണ്ടാലും ഉപരിക്ക് കവിത കവിത. അറിയാലോ, പള്ളിയിൽ ഇങ്ങനെ വന്ന സമയത്ത് ഒരാട് കിടക്കുമ്പോ കവിത യാവനം യാവനം ലാതനം ഹാഹുന ഇന്തനം ഹാഹുന ഫല്ലർഹു വാജിബു. ആടെ ഇവിടെ കടന്നുറങ്ങണ്ട, കടന്നുറങ്ങി എനിക്ക് അടി കിട്ടുന്നാണ് അതിന്റെ മലയാളത്തിലെ അർത്ഥം. അതാണ്. കുഞ്ഞമ്മൂർ സുഹൃത്തായിരുന്നു. കുഞ്ഞമ്മൂനെ ഒരു ദിവസം പുകഴ്ത്തി പാടി. കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി ശജാനു യഖാഫുഹു അബദൻ ജിന്നും വശൈത്താനു. ഒരു കുഞ്ഞമ്മു ഉയർച്ച നോക്കുന്നു. നിങ്ങൾ എന്നോട് വേണ്ടത് എന്നെ ജിന്നും ജയിക്കാനാക്കണ്ട. കുഞ്ഞമ്മനെ അർത്ഥം തിരിഞ്ഞില്ല, അതുകൊണ്ടാണ്. അപ്പൊ കുഞ്ഞമ്മജിന്റെ അർത്ഥം ഒന്ന് കേൾക്കേണ്ട അർത്ഥം പറഞ്ഞു. കുഞ്ഞമ്മു ഖാദിമുൽ ഖൗം, കുഞ്ഞമ്മ ഒരു ജനതയുടെ നായകനാണ്, സേവകനാണ്. കുഞ്ഞമ്മ ധീരനാണ്. യഖാഫുഹു അബദൻ, കുഞ്ഞമ്മൂനെ എപ്പോഴും ഭയപ്പെടുന്നു.
ജിന്നും ജിന്നും ശൈത്താനും എപ്പോഴും കുഞ്ഞമ്മൂനെ ഭയപ്പെടുകയാണ്. അപ്പൊ കുഞ്ഞമ്മ കയ്യൊക്കെ കൊടുത്ത് സലാം പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു രസികനും തന്റെ കാവ്യഭാവനമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരൊറ്റ ഉയർന്നു കേൾക്കണം. അഹ്റസുൽ ഹയവാനി സിത്തുൻ മുല്ല മുക്രീക അഹ്റസുൽ ഹയവാനി സിത്തുൻ കൽബുൻ മുല്ല മുക്രീ കാക്ക ബഅദഹു വസാനുൻ ഈച്ച തൻദുർ യഫരീ. എന്താ ഇതിന്റെ മഴ? ലോകത്ത് അത്യാഗ്രഹമുള്ള 6 ജീവികളുണ്ട് എന്ന് മൃഗാദി പറഞ്ഞതാണ്. അതിൽ ഒന്ന് മൊല്ലാക്കാനാണ് പറയുന്നത്. ഇതെങ്ങാനും നേരത്തിൽ ഇവിടെ ഒരാൾ അംഗീകരിക്കണം. ഇവിടെ പള്ളിയിൽ വാങ്ങി കൊടുക്കാൻ ഒരാളെ കിട്ടണം. സകല മൊല്ലാക്കാരും മൃഗാദിക്കെതിരാവും. ഒലക്കെ SSF രാജിവെക്കും അല്ലേ? ഒസാന്റെ ബാർബർമാരെ കിട്ടോ? ഓന്റെ പെരട അവിടെ മരുന്നൊരു നോട്ടീസ്, ബാർബർ ഷാപ്പിലാണല്ലോ സാധാരണ നോട്ടീസുകൾ വെക്കലും പറയും. മൃഗാദിനെ പറ്റി പറഞ്ഞിരിക്കണത് നായയുടെ കൂടെ പറഞ്ഞിട്ടുണ്ട്. നായക്ക് എങ്ങനെയാണ്? അത്യാഗ്രഹമാണ്. ആ കൂട്ടത്തിലാണ് ഒസാൻ, ഈച്ചയുടെ കൂടെ അല്ലേ? അത് ഉമർ ഖാദിയുടെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചില അനുഭവങ്ങളിൽ അദ്ദേഹം പറഞ്ഞതാണെന്നേ ഉള്ളൂ. അതൊരു കാവ്യഭാവനയാണ്. അത്ര കരുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ അത് സംഗതി. അല്ലാതെ എന്തിനു പറയുമ്പോ ഉമർ ഖാദി ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പുകമല സൃഷ്ടിക്കുന്ന ഒരു ഏർപ്പാട് വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ എങ്ങനെ കടന്നു വന്നാലും അതിനെ എതിർക്കപ്പെടേണ്ടതാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഞാൻ കറാമത്തിന്റെയും മുഴുസത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. പൊതുവെ ആളുകൾക്ക് ഒരു തെറ്റായ ധാരണ ഉണ്ട്. ഇവർക്ക് കറാമത്തില്ല, ഇവർക്ക് മുഴുസത്തുള്ള, അതിനൊക്കെ കുറ്റം പറയില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്നേ പറയണം. പിന്നെ മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ഒരു സാധാരണ നബിയായിട്ട് ഇവർ കാണുകയാണ്. സാധാരണ നബിയായിട്ടെന്നല്ല, നടക്കുന്ന ഒരു മഹമ്മദാക്കാന്റെ മാതിരിയാണ് ഇവര് നബിനെ കാണുന്നത്. അത് ആരാ കാണുന്നത്? ഒറ്റ ഉദാഹരണത്തിൽ ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായിട്ട് ഒരു അമൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم. ആകാശഭൂമികളെ പടച്ച അന്ന് തന്നെ അല്ലാഹു മാസങ്ങളെ 12ആയി നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് 4 മാസങ്ങൾക്ക് പവിത്രതയുണ്ട്. ആ 4 മാസങ്ങളാണ് അതിന്റെ മുന്നേ വന്ന ദുൽഖഅദ്, അതിനുശേഷം വന്നിട്ടുള്ള മുഹറം മാസവും പിന്നെ റജബ് മാസവും. പിന്നെ ഖുർആൻ പേരെടുത്തു പറഞ്ഞു മറ്റൊരു മാസമാണ്, മറ്റൊരു പവിത്രമായ മാസമാണ് ശഹ്റു റമളാൻ. അവിടുന്ന് റബീഉൽ അവ്വലിന് പ്രത്യേക മഹത്വം പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെ പറയാൻ അങ്ങനെ റബീഉൽ അവ്വലിന് മഹത്വം ഒന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ റബീഉൽ അവ്വലിന്റെ പേരിൽ ഒരു പ്രത്യേക ജാതിയും ഒരു ആഘോഷവും അതിന് ഇസ്ലാമികമായിട്ടൊന്നുമില്ല, തെളിവില്ല. ഇനി നബി പറയണോ? നബിനെ പറ്റി പറയണോ? നമ്മളങ്ങോട്ട് പറയുന്നല്ലാതെ ആ ന്യായം നോക്കുമ്പോൾ നമ്മള് നബിനെ പറ്റിയാണ് പുകഴ്ത്തി പറയാൻ. നബിയായിട്ട് നമ്മളോട് പറഞ്ഞത് അതിപ്പോ ഈ നമ്മുടെ നാട്ടിൽ ചില പള്ളി കമ്മിറ്റി തെരഞ്ഞെടുപ്പൊക്കെ കാണാറില്ല. നിങ്ങൾ 3 കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുക്കുമ്പോ പ്രസിഡന്റ് തിരിച്ചിട്ട് പറയും, നിങ്ങളെ ഇന്നെ തെരഞ്ഞെടുക്കരുത്, എനിക്ക് ആവൂല, ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു തൊഴിലുമില്ല, എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളാണ്, എനിക്ക് ഇനി ഈ പണി ആവൂല, അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോളി. അപ്പൊ നാട്ടുകാരൊക്കെ പറയുന്നത് അല്ല, അത് പറ്റൂല ആചാര്യം, നിങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഇത്ര ഉഷാറായിട്ട് പോണത്, അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഇതിന് വേണ്ടത്. അപ്പൊ മൂപ്പൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം അഡ്വാൻസ് ഇടുന്നത്. അതാണ് അതിന്റെ ഹിക്മത്ത്. ആ കോലത്തിലേക്ക് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിത്രീകരിക്കണ പോലെ അല്ല ഈ കാണുന്നത്. നബിയായിട്ട് നബി അങ്ങനെ പറയോ? നബി ഇനി പറഞ്ഞിട്ടില്ല. ഇതന്നെ നമ്മളൊക്കെ പാടാം നബിയുടെ മധുര അങ്ങനെയാണ്. പിന്നെ മധുഹാണെങ്കിൽ ഓക്കെ, മധുവാണ് ഒന്നാമത് പ്രത്യേകമായിട്ട് അങ്ങനെ അല്ലേ. ഇനിഞ്ഞാന്ന് പോലും ഞാനൊരു 4 ദിവസം റബീഉൽ അവ്വലിന്റെ അവസാനത്തെ ദിവസം എന്റെ നാട്ടിലൊരു ജാഥ, വിട പറയുന്ന റബീഉൽ അവ്വലിന്റെ ജാഥ കൊടുത്താണ്. ആ ജാഥയുടെ പ്രത്യേകത 4:30-5 മണിക്കാണ്. ടൗൺ അല്ലെങ്കിൽ തന്നെ ഇവിടെ ബ്ലോക്ക് ആകണം നേരം. ആ നേരത്താണ് ജാഥ ഇങ്ങനെ വരികയാണ് അല്ലെ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അകമ്പടിയും പിന്നെ എന്താ പറയാ, പിന്നെ ഈ ഒരു ബന്ധമല്ലാത്ത അനൗൺസ്മെന്റ് ഉണ്ടാവും. ഈ പന്തളിക്കാർ അനൗൺസ്മെന്റ് എടുക്കുകയാണ്. പന്തളിക്കാരാണ് ടിപ്പു സുൽത്താന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ചാലിശ്ശേരിയുടെ മണ്ണിൽ 2 പടക്കുതിരകളിൽ നട്ട മൈതാനിയിൽ കുമ്മായവനകൾക്ക് സമാന്തരമായി കൈകോർക്കുന്നു, കൊണ്ടും എടുത്തും പിടിച്ചു എന്നങ്ങനെ പറയുമ്പോ സാധുക്കൾ ഒരാൾ ടിപ്പു സുൽത്താൻ ഒരു ഫോർവേഡാണോ എന്ന് വിചാരിക്കുന്നു. കാരണം ഒരു എന്തെങ്കിലും
ഈ കാളികാവിനെ പറ്റി പറയുകയാണെങ്കിൽ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയുടെ നാട്ടിൽ നിന്ന് വന്ന KFC പടക്കുതിരകൾ കാളികാവ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു സെൻട്രൽ ഫോർ ഒരു സൈഡിൽ കളിക്കുന്നത് വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി ഇറങ്ങി വരികയാണോ തോന്നിപ്പോവാൻ ഒരു ബന്ധമല്ലത് പരസ്പരം. നമ്മാതിരി സംഗതി ഒരു ബന്ധമൊന്നുമില്ല. അത് മുത്തനബിയുടേതാണെന്ന് പറഞ്ഞു. നോക്കുങ്ങളെ റസൂലുള്ള പഠിപ്പിച്ചത് എന്നെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചിട്ട് എന്റെ ചര്യയെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചര്യയെ കുറിച്ച് അവിടുന്ന് വിശദീകരിച്ചിട്ട് പറഞ്ഞതാണ് അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ 70 ചില്ലാനം ശാഖകളാണ് ഈമാൻ. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിലെ ഒന്നാമത്തെ സ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാഇ ത്വരീഖ് അതിലെ താഴ്ന്ന പടിയിലുള്ള ഈമാന്റെ ശാഖ അത് വഴിയിലെ ഉപദ്രവം നീക്കം ചെയ്യലാണ്. അതുകൊണ്ട് ഈമാനുള്ളവരെ ഓർത്തോ, ഈ ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ മുത്ത് റസൂലിന്റെ പേരിൽ ഒരു ജാഥ നടത്തിയാൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമാകുമോ ഇല്ലയോ എന്ന് നെഞ്ചത്ത് കൈവച്ച് ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഇവിടെ ജനാധിപത്യ രാജ്യമാണ്, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള ആളുകളുടെ രാജ്യമാണ്, മതവിശ്വാസത്തിന്റെ പേരിലും ജനങ്ങൾ ഒരുപാടാണ്. ആ ആളുകളൊക്കെ യാത്ര ചെയ്യുമ്പോ അതിന്റെ ആശുപത്രിയിൽ ധൃതിയിൽ പോകേണ്ടവരുണ്ട്, എയർപോർട്ടിലേക്ക് പെട്ടെന്ന് എത്തേണ്ടവരുണ്ട്, ആംബുലൻസുകൾ ആ കൂട്ടത്തിലുണ്ട്. എന്നാലും അതിങ്ങനെ ഈ ബാഡ്ജ് കുത്തിയിട്ട് മറ്റൊന്ന് എന്നൊക്കെ ആദ്യം കാട്ടുമ്പോഴേ ഓനൊക്കെ ഒരു സഹാബിയുടെ റോഡിലാണ്. എന്തൊക്കെ ആലോചിച്ചോട്ടെ, വണ്ടിയൊക്കെ ഇങ്ങനെ വരുമ്പോഴേ ഓന ആ ഗൗരവത്തിൽ ഇങ്ങനെ കാട്ടണ അത് ആ സീൻ മാത്രം ചിന്തിച്ചാൽ മതി. അവിടെയാണ് വഴിയിലെ ഉപദ്രവം നീക്കം ചെയ്യലാണ്. ഈ ലജ്ജ എന്ന് പറയുന്നത് ഈമാന്റെ ശാഖകളിൽപ്പെട്ട ഒരു ശാഖയാണ്. നോക്കൂ, നിങ്ങൾ ആലോചിച്ചോളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഈ ജാഥ ഇപ്പൊ ജാഥയുടെ കൊതുപ്പാടെ പറയും. ഞാനൊരു പരിമിതമായ സമയത്ത് എന്താ പറയുക എനിക്കൊരു ഐഡിയ ഉണ്ട്. ഒന്ന് ആലോചിച്ചോ നിങ്ങൾ. ജാഥയുടെ ഇങ്ങനെ പോകുമ്പോ അത് മറ്റാളെ വീടാണല്ലോ, ഇത് ഉമ്മർ സാഹിബിന്റെ വീടാണ്, എന്നാ നിൽക്കണം ഇവിടെ.